നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബുലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ കാണുന്നത് കട്ട് വർക്ക് മെറ്റീരിയൽ. അതിൽ നിങ്ങൾ കാത്തിരുന്ന പ്ലസൻറ്റ് യെല്ലോ വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൽ ഈ യെല്ലോയ്ക്ക് നമുക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എല്ലാത്തിനും നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുത്ത ഭംഗി ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതിൽ നമുക്ക് ആ ബ്ലാക്കിനൊക്കെ ചെയ്ത പോലെ തന്നെ കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുത്താലും ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടു റെഡ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഇതിന് കൊടുക്കുന്ന ലൈനിങ് ക്രേപ്പ് ലൈനിങ് കൊടുക്കുക. അപ്പോൾ കളർ ലീക്കിങ്ങിൻ്റെ പ്രശ്നം വരില്ല. ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ ബ്ലാക്ക്, നേവി ബ്ലൂ, പീച്ച് നമ്മുടെ ചോയ്സ് ഏതാണോ അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഭംഗി ഉണ്ടാവും. ഇനി അതല്ല നമുക്ക് ഇഷ്ടം സെയിം കളറാണെങ്കിൽ സെയിം കൊടുത്താലും മതി. പക്ഷേ ഇതിൽ ഈ ഒരു മെറ്റീരിയലിനൊക്കെ നമുക്കൊരു 42 to 43 ഇഞ്ച് മാക്സിമം വിടുത്ത് വരുന്നുള്ളൂ. പക്ഷേ ഈ വർക്കുള്ള പോർഷൻ വരുന്നത് രണ്ട് സൈഡിലും കണ്ടോ ഇത്രയും ഇവിടെയും ഇത്രയും പോകും. അപ്പോൾ നമ്മൾ 2.5 മീറ്റേഴ്സ് എടുത്തിരുന്ന ആളുകളാണെങ്കിൽ ഒരു 2.75 2.25 എടുക്കുക. സ്ലീവ് 3/4 സ്ലീവ് ഒക്കെ വെക്കാനായിട്ടൊക്കെ ആണെങ്കിൽ നോർമൽ ഒരു 2.5 മീറ്റർ എടുത്തിരുന്ന ആൾക്കാർ അത്ര എടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം ഈ കട്ട് വർക്ക് മെറ്റീരിയൽസിനൊക്കെ ചില ഈ എഡ്ജ് നമുക്ക് പോകും. അപ്പോൾ സ്ലീവിന് അവിടെ ആ ഭാഗം വരുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പം പിന്നെ അതിനിപ്പോൾ ഇങ്ങനെ ലൈനിങ് വെച്ചിട്ട് ഒരു ചോയ്സ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു പല മോഡൽ ഞാൻ കഴിഞ്ഞ അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചില്ല. എൻ്റെ ഈ ടോപ്പ് ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഹക്കോബയ്ക്ക് നമ്മൾ ജയ്പൂർ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ട് ഞാൻ ബ്ലാക്കിന് അജരക്ക് ലൈനിങ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു ടോപ്പൊക്കെ ഇട്ടിരുന്നു. പുതിയ കസ്റ്റമേഴ്സിന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ കട്ട് വർക്ക് ഹക്കോബയ്ക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽ ലൈനിങ് കൊടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പരീക്ഷിക്കാവുന്ന കുറച്ച് മെറ്റീരിയൽസോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്കിത് ലൈനിങ് പോലെ കൊടുത്തിട്ട് ഇതിന് ടോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഇവിടെയും കാണുന്ന ഭാഗങ്ങളിലൊക്കെ പ്രിൻറ്റ് കാണും, ബാക്കി ഭാഗങ്ങളിൽ കട്ട് വർക്ക് കാണും. അത് ഒരു ഓപ്ഷൻ. ഇനി അല്ല ഇതിന് പണി ബോട്ടമായിട്ട് ചെയ്തിട്ട് യോക്ക് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ യെല്ലോ ജയ്പൂർ കോട്ടണിൽ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 140 rupees per meter. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോക്ക് വെക്കാനൊക്കെ കാണിച്ചിട്ട് ഇവിടുത്തെ ഷെൽഫിലെ മെറ്റീരിയൽസൊക്കെ ഏകദേശം ഫെമിലിയർ ആയില്ലേ. അപ്പോൾ ഞാൻ ഷെൽഫിലെ മെറ്റീരിയൽ കാണിക്കൂ എന്നുള്ള കംപ്ലയിൻ്റൊക്കെ ഇപ്പോൾ നിന്നു അല്ലേ. ഇനി അടുത്തത് ഈ ചെക്സ് വരുന്നത് നമുക്ക് ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. കോട്ടൺ സ്ലബിൽ വരുന്ന ചെക്സാണ്. 140 rupees per meter 44 ഇഞ്ച് വിടുത്ത്. ഇതിനെയും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ലൈനിങ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. ഇതിന് ലൈനിങ് വെച്ചിട്ട് ആ ഒരു സെറ്റ് എന്നുള്ള ഫീൽ. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വൈറ്റ് ലേസോ അങ്ങനെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ മോഡലുകളൊക്കെ പരീക്ഷിച്ച് ചെയ്ത് കൊടുത്തിട്ട് പല ഹക്കോബയ്ക്ക് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതിനെ ഇങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക് നോർമൽ ഇതിന് ബോട്ടം ചെയ്യാനാണെങ്കിൽ സ്ട്രൈപ്സ് പാറ്റേണിൽ യെല്ലോ വേണമെങ്കിൽ ചെയ്യാം. 44 ഇഞ്ച് വിടുത്ത് 140 rupees per meter. യെല്ലോ വരയ്ക്കുമ്പോൾ അതിനോട് ചേരുന്ന കുറേ കളേഴ്സ് കാണിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഭിന്നമല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാം. ഇത് ഇങ്ങനെ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് പിങ്ക് ഹക്കോബ. നല്ല പ്ലസൻറ്റ് ലൈറ്റ് ബേബി പിങ്ക് കളർ ഇങ്ങനെ വരും. ഇതിന് നമുക്ക് നോർമൽ കോട്ടൺ ലൈനിങ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചേരുന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽസ്. ഇത് കണ്ടോ ഈ സ്ട്രൈപ്സ് ഡാർക്ക് കളർ ഇത് വന്നിട്ട് ഇതിന് ലൈനിങ് പോലെ കൊടുത്തിട്ട് അപ്പോൾ അത് കുറച്ചുകൂടി നെക്ക് പോർഷൻ വൈഡായിട്ട് ഈ ഹക്കോബയുടെ നെക്ക് കുറച്ച് താഴ്ത്തി വെട്ടിക്കഴിഞ്ഞിട്ട് ഈ ഭാഗം കൂടുതൽ കാണുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ഇനി അതല്ല നോർമൽ സിഗരറ്റ് ബോട്ടം ചെയ്താലും ഭംഗി ഉണ്ടാവും. ഇത് നമ്മുടെ 140 rupees ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ. ഈ ഹക്കോബയ്ക്കൊക്കെ റേറ്റ് വരുന്നത് 240 rupees 240 രൂപ. ഇതിൽ കട്ട് വർക്ക് കണ്ട് ഇതിന് ചിലപ്പോൾ ഇത്ര ചെറിയ ഹോൾസ് വരുന്നതിന് നമ്മൾ വേറെ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുന്നതിനേക്കാളും ആ സെയിം കളർ വെക്കുന്നതായിരിക്കും ഭംഗി. ഇനി അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കിതാ ഈ ഒരു പിങ്ക് വെച്ചിട്ടും അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ആ കാണിച്ച മോഡലിലോ അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ പീസായിട്ടോ യോക്കായിട്ടൊക്കെ കൊടുക്കാനും പറ്റും. ഇതും നമ്മുടെ 44 ഇഞ്ച് വിടുത്ത് വരുന്ന 140 rupees ജയ്പൂർ കോട്ടൺ. ഇനി നമ്മുടെ സൗത്ത് കോട്ടണിൽ വരുന്ന ഈ മെറ്റീരിയൽ ഇത് കണ്ടോ. ഇപ്പോൾ ഇതിനെ ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് സിഗരറ്റ് ബോട്ടം ചെയ്തിട്ട് അങ്ങനെ വേണം. പെൻസിൽ പാൻറ് എന്നൊക്കെ പറയില്ല, അതോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ ചെയ്ത് കാണിക്കാറില്ല ആ ടൈപ്പ് പാൻറ്റൊക്കെ ചെയ്താലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇതൊരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൾ ഫിനിഷ്, ഒരു ലൈറ്റ് എന്താ പറയുക, ക്രീമും അല്ല വൈറ്റും അല്ലാത്ത ഒരു ലൈറ്റ് സിൽവർ കളർ നോക്കി, ലൈറ്റ് ഗ്രേ എന്ന് പറയാനും പറ്റില്ല, അത്ര എത്തില്ല, അങ്ങനത്തെ ഒരു കളറാണേ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പല ഓപ്ഷൻസ് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു കുറച്ചൊരു VIP ആണേ. ഇതിങ്ങനെ കാണുന്ന പോലെ സാധാ ഒരു പ്രിൻ്റ് അല്ല. ആ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെ ഉണ്ട് അറിയോ? അതിൻ്റെ അകവശം കാണിച്ചു തരുന്നത് എഡ്ജ് കിട്ടുന്നില്ല.
ഇതുണ്ടോ, ഇതിൽ ത്രെഡ് വർക്കും ഉണ്ട്, കട്ട് വർക്കും ഉണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ അകവശം ഇതാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് പോകുന്നത്. നമ്മൾ പ്രിൻറ്റഡ് ചിക്കൻ കാരി വർക്കൊക്കെ കട്ട് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ പണ്ട് കാണിച്ചിരുന്നില്ലേ, ആ ടൈപ്പിൽ പ്രിൻറ്റഡ് മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത്, സുഖമുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതിന് നമുക്ക് 56 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ. ഇങ്ങനെ വരും ഇത്. ഇനി അതിന് നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതുകൊണ്ട് നമ്മൾ ഒരു ഇന്നർ പോലെ ചെയ്തിട്ട് ഇതിന് കൊണ്ട് നമുക്ക് കോട്ട് മോഡൽ അങ്ങനെ ചെയ്യാം. അല്ലെ ഇതിന് യോക്കായിട്ട് ഇത് വെക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ടോപ്പ് ചെയ്തിട്ട് നമുക്കിതാ സിമ്പിൾ ബോട്ടം വേണമെങ്കിൽ ഇങ്ങനെയാവാം. 100 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ബോട്ടം അങ്ങനെ. അതിന് ഷിഫോൺ ദുപ്പട്ട വേണമെങ്കിൽ ഇങ്ങനെ 230 റുപ്പീസ് പെർ പീസ് വരുന്ന ദുപ്പട്ടയാണിത്. എങ്ങനെ ഓർഡർ ചെയ്യേണ്ടേ, പർച്ചേസ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞ സംഭവം നോക്കണം. അതിലൊന്നും നോക്കണേ പുതിയ ആൾക്കാർ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഓർഡർ ചെയ്യേണ്ട വിധമൊക്കെ. ഇതാ ഇനി അടുത്തത് ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ ഇങ്ങനെ വരുന്നു. ഇത് നല്ലൊരു പ്ലസൻറ്റ് ലൈറ്റ് ഒലിവ് ഗ്രീൻ കളറിൽ ഇങ്ങനെ വരും. ഇത് കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ പറ്റുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോട്ടം വേണമെങ്കിൽ ഈ ഒരു ഇതിൽ വരുന്ന ഒരു പീച്ചിൻ്റെ ഡാർക്കർ ഷെയ്ഡാണിത്. പക്ഷേ ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോട്ടം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ആവാം. ഇത് 100 റുപ്പീസ് പെർ മീറ്റർ വരുന്ന മെറ്റീരിയൽ. പക്ഷേ ദുപ്പട്ട വരുമ്പോൾ കുറച്ചുകൂടി പിങ്ക് ഷെയ്ഡ് വരുന്നത്. എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ട 300 റുപ്പീസ് പെർ പീസ് വരുന്നു. അതങ്ങനെ. ഇനി ലൈറ്റ് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ആ സെയിം കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ദുപ്പട്ട കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റ് വരും. ഇതുണ്ടോ, അതും പറ്റും. ഇനി ഈ പിങ്ക് കളർ കൊടുത്താലും ഭംഗിയുണ്ടാവും. ഇനി ഇങ്ങനെ വന്നിട്ട് ഇതൊരു സെയിം ടോണിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇതിൻ്റെ ഡാർക്കർ കുറച്ച് ഡാർക്കാണ് കളർ, എന്നാലും ഏകദേശമൊക്കെ ചേരുന്ന നോക്കി ഞാൻ എടുത്തതാണ്. അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ്. അതിൽ ബ്ലാക്ക് ആൻഡ് മെറൂണിൽ പല പല ഡിസൈൻ. ഇതിന് മുമ്പ് 2 ഡിസൈൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ അടുത്ത ഡിസൈൻ വരുന്നത് ഇത് നമുക്കൊരു അജരക്കിൻ്റെ ഒരു ഫീൽ വരുന്ന പ്രിൻ്റാണ്. പക്ഷേ അജരക്കല്ല കേട്ടോ, ജയ്പൂർ തിക്ക് കോട്ടൺ മെറ്റീരിയലാണ്. നൈറ്റി മെറ്റീരിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് കുർത്തി ചെയ്യാനും 2 പീസ് ചെയ്യാനൊക്കെ നല്ലതാണ്. 44 ഇഞ്ച് വിഡ്ത്ത്, 1 സൈഡ് ബോർഡർ ഉണ്ട്. ആ ബോർഡർ നെക്കിനൊക്കെ വെച്ചിട്ട് നൈറ്റി വേണമെങ്കിലും ചെയ്യാം. ഇനി പൈപ്പിംഗ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നോർമൽ ടോപ്പ് പോലെയൊക്കെ ചെയ്യാം നമുക്ക്. 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപയുടെ ഇത് ഇങ്ങനെ. ഇനി അതേ ഡിസൈൻ്റെ ബ്ലാക്ക് ആൻഡ് മെറൂൺ ഇങ്ങനെ വരുന്നു. ഇതും 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പറുകൾ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. എന്നിട്ട് എത്ര മീറ്റർ വേണമെന്നും പറയുക. ഇനിയിപ്പോൾ ഇതിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് പോലെ അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഓരോ ചോയ്സ് പോലെ അങ്ങനെ. ഇനി ജയ്പൂർ കോട്ടണിൽ അടുത്ത ഡിസൈൻ മെറൂൺ ആൻഡ് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഡാർക്ക് കളർ നൈറ്റിക്ക് വെയിറ്റ് ചെയ്ത് തരുന്നവരൊക്കെ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്ത്, 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ. അടുത്തത് ഇത് ബ്ലാക്കിൽ മെറൂൺ, മറ്റേത് മെറൂണിൽ ബ്ലാക്ക്, ഇത് ബ്ലാക്കിൽ മെറൂൺ, തിരിച്ചു മറിച്ചും അങ്ങനെ. ഇതിൽ ക്രിസ്മസിൻ്റെ ഇനി നെറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസിൻ്റെ ഒരു ചൂടങ്ങോട്ട് ആവണല്ലേ ഉള്ളൂ. നെറ്റൊക്കെ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇങ്ങനെ ഇതിൽ അതങ്ങനെ. അപ്പോൾ തുടക്കം കുറിക്കാൻ നമ്മൾ ആ കുർത്തീസിൻ്റെ ഒക്കെ വർക്ക് അതിന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഇനി നമ്മുടെ കോട്ടൺ സ്ലബിൽ നല്ല പ്ലസൻറ്റ് കിങ് ഫിഷർ ബ്ലൂ അല്ലേ, എനിക്ക് പേര് പഠിപ്പിച്ചു തന്നിരുന്നു അതല്ലേ, കിങ് ഫിഷർ ബ്ലൂ. അതിൽ ഇത് നമ്മുടെ കോട്ടൺ സ്ലബാണ്. ദിസ് ഇസ് നോട്ട് ഫോർ മേക്കിംഗ് ബോട്ടം, ദിസ് ഇസ് ഫോർ ടോപ്സ്. ഇതുണ്ട് ലൈനിങ് വെച്ചിട്ട് വേണം. കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമുള്ള കോട്ടൺ മെറ്റീരിയൽ, ലൈനിങ് വെച്ച് ഉപയോഗിക്കണം. 44 ഇഞ്ച് വിഡ്ത്ത്, 120 റുപ്പീസ് പെർ മീറ്റർ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇതാ ഈ ജയ്പൂർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ, ഇതിനെ നമുക്ക് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇതിന് 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. ഇനി ഇതിനെ ടോപ്പ് ചെയ്ത് ഇതിനെ ബോട്ടം ചെയ്യുക, അങ്ങനെ ഒരു ചോയ്സ്. ഇനി അല്ലെങ്കിൽ നമ്മുടെ കാന്ത ത്രെഡ് വർക്ക് വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 145 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഈ കാന്ത വർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബ്ലൂ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കണ്ട. ഇത് ടോപ്പ്, ഇത് ബോട്ടം. അപ്പോൾ കോട്ടൺ സ്ലബിൽ ഓരോരോ കളേഴ്സ് ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഇതിൽ ഷോർട്ട് വീഡിയോസിലും ഒക്കെ വരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഓരോന്നോരോന്ന് നമുക്ക് നോക്കി വെച്ചിട്ട് വാങ്ങാം ഇഷ്ടമുള്ളത് പോലെ. അപ്പോൾ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ഒരു യോക്ക കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു ചോയ്സ്. ഇനി അതല്ലെങ്കിൽ
ഇത് ടോപ്പ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ കളറ് ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് സെയിം ബ്ലൂ വേണമെങ്കിൽ സെയിം കോട്ടൺ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നേവി ബ്ലൂ വേണമെങ്കിൽ നേവി ബ്ലൂ അവൈലബിൾ ആണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബുട്ട ജോർജറ്റ് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞൊരിതാ അതൊക്കെ വാങ്ങിച്ചോളൂ. നല്ല ഫ്ലൂറസൻ ഗ്രീൻ അല്ലേ, സുന്ദരി ഗ്രീൻ, അത് അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് വരുന്നു. ഈ ബുട്ട ജോർജറ്റ് നമുക്ക് കുർത്തി ഫ്രോക്ക് എന്ത് ചെയ്യാനും നല്ലതാണ്. പിന്നെ ഇനി അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം, സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല നന്നായി കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ വൈറ്റ് അവിടെ ലൂസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ തിക്നെസ് കാണിച്ചു തരാം കേട്ടോ. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ അത്. ഇതിങ്ങനെ വരും. സാരിക്കാണെങ്കിലും നല്ലതാണ്. 44 ഇഞ്ച് വിടുത്ത്, ചിലത് 43 ഒക്കെ വരും. 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter, 110 രൂപ. ഫ്ലൂറസൻ ഗ്രീൻ. അത് അങ്ങനെ. ഇനി ക്രിസ്മസിന് കുത്തണ റെഡ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ മെറൂണും എത്തിയിട്ടുണ്ട്, മെറൂൺ കളറ്. അപ്പോൾ മെറൂണിലും ഇപ്പോൾ ഇതിന് നമ്മൾ നോർമൽ കുർത്തി ചെയ്യാനാണെങ്കിൽ 2.5 meters, ഫ്ലെയർ ടൈപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ 3.5 to 4 meters ഒക്കെ എടുക്കുക. സോറി, രാത്രി കുറേ ലേറ്റായി വീഡിയോ എടുക്കാൻ. 110 rupees per meter വരുന്നു. അങ്ങനെ ഇനി ഇവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് കഥ ഉണ്ടാക്കട്ടെ കേട്ടോ. ക്രിസ്മസിന് വൈറ്റ് സിമ്പിൾ ബുട്ടയിൽ ടോപ്പ് വേണമെങ്കിൽ ഇങ്ങനെ 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter. ഇതാണ് ബുട്ടേൻ്റെ. ഇതിന് ഈ ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ബ്ലൂയിഷ് വൈറ്റ് അല്ല കേട്ടോ. ഇങ്ങനെ വരും. ഇത്രയാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാക്കാം. അതിൽ നമുക്ക് റെഡ് ഹക്കോബ ഇത് വരും. 240 rupees per meter വരുന്ന 44 ഇഞ്ച് വിടുത്തിൻ്റെ ഇങ്ങനെ വരുന്നത്. ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു യോക്ക് പോലെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു കുഞ്ഞ് പീസ് വൈറ്റിൻ്റെ കൂടെ ഏത് പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കളറൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ നോർമൽ ഇതിന് വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്തതാണ് എങ്കിൽ കൂടിയും. പിന്നെ ഇതിന് ഈ ഒരു ടൈപ്പ് നമ്മൾ സീക്വൻസ് വർക്ക് വരുന്ന ഈ ത്രെഡ് വർക്കുള്ള ഫൈൻ ത്രെഡ് വർക്ക് വരുന്ന കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ ഒരു പിങ്കും ബ്ലൂവും മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ വരുന്നു ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ. ഈ ഫാബ്രിക് പണ്ടത്തെ ആദ്യം തൊട്ടേ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇതിൻ്റെ വേറെ 2 കളേഴ്സ് നമുക്ക് ആദ്യം വന്നിരുന്നു. ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് ഇങ്ങനെ സാരി ആയിട്ട് വേണമെങ്കിൽ സാരിക്കും പറ്റും. ഒരു സോഫ്റ്റ് കോട്ടൺ ആയത് ഇങ്ങനെ വരും. ഇനി ദുപ്പട്ടയായിട്ട് വേണ്ടി നമ്മളിപ്പോൾ റെഡ് ബുട്ടയോ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഷോളായിട്ട്, ദുപ്പട്ട പറയുമ്പോൾ കുറേ പേര് ചിരിക്കുന്നത് ഇതെന്താ ദുപ്പട്ട ഷോളായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഭംഗിയില്ലേ. ഇനി സാരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ഉണ്ട്, സീക്വൻസ് വർക്കും പോകുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി നോർമൽ അതല്ല കുർത്തി ചെയ്യണമെങ്കിൽ കുർത്തി ചെയ്യാം. സൈഡ് സ്ലിറ്റുള്ള കുർത്തി അല്ലെങ്കിൽ ഫ്ലെയർ ടൈപ്പ് ഒക്കെ ചെയ്യണമെങ്കിലും അങ്ങനെയും ചെയ്യാം. 44 ഇഞ്ച് വിടുത്ത്, 220 rupees per meter, 220 രൂപ ഇങ്ങനെ വരും. ഇതിന് നമുക്ക് ബുട്ട ജോർജറ്റിൻ്റെ റെഡ് വരുന്നുണ്ട്. ഇനി അതിനോടുകൂടി കോമ്പിനേഷൻ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതുണ്ട് ബുട്ട റെഡ് വരുന്നു. ഈ റെഡ് കൊണ്ട് നമുക്ക് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കിനി കോട്ടൺ സ്ലബും ഉണ്ട്. കോട്ടൺ സ്ലബ് കൊണ്ടാണെങ്കിൽ ഇന്നർ ചെയ്തിട്ട് ഇതിനെ കോട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പല രീതിയിൽ കാണിക്കുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇനി സ്റ്റിച്ച് ചെയ്ത് ഇതിനെ റെഡിയാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് സാരിയിൽ അവസാനിപ്പിക്കണമെങ്കിൽ അങ്ങനെയാവാം. ഇനി അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക. 44 ഇഞ്ച് വിടുത്ത്, 220 rupees per meter, 220 രൂപ. ഇനി നമ്മുടെ ബുട്ട റെഡ്, ക്രിസ്മസിന് ബുട്ടയിൽ റെഡ് ആണെങ്കിൽ ഇങ്ങനെ 44 ഇഞ്ച് വിടുത്ത്, 110 rupees per meter, 110 രൂപ. ഇനി അതിലും കോട്ടൺ ലവേഴ്സിന് ഈ സിന്തറ്റിക് ഫാബ്രിക് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെ കോട്ടൺ സ്ലബിൽ റെഡാണ്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് റെഡിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബിഗ് ബുട്ട കാണിച്ചു, സ്മോൾ ബുട്ട വരുന്നുണ്ട്, കോട്ടൺ സ്ലബ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഷിഫോൺ ജോർജറ്റൊക്കെ വരുമ്പോൾ അതും കാണിക്കും ഞാൻ. അപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ എന്തായാലും ഷുവറായിട്ട് മറക്കല്ലേ. ഞാൻ വീണ്ടും പറഞ്ഞിട്ടും ഇപ്പോഴും മീറ്റർ പോലും എഴുതാതെ ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. പിന്നീട് മെസ്സേജ് ചെയ്യാൻ പിന്നെ സമയമെടുക്കും. അപ്പോൾ ഏത് ഫാബ്രിക്, അത് കോട്ടൺ സ്ലബ് എന്ന് അതിൻ്റെ താഴെ നിന്ന് എഴുതണം. ഈ സ്ക്രീൻഷോട്ട് അയക്കുക, എത്ര മീറ്ററാന്ന് പറയുക, 2.5 അങ്ങനെ പറയുക, കോട്ടൺ സ്ലബ് എന്ന് അങ്ങനെ പറയണം. കാരണം ഈ പ്ലെയിൻ കളേഴ്സ് ആകുമ്പോൾ ഏത് ഫാബ്രിക്കാന്ന് കൺഫ്യൂഷൻ വരണ്ട. പിന്നെ അവർ ഏകദേശം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണും, അതൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാൻ വേണ്ടി ചിലതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടൺ സ്ലബ്, 120 rupees per meter, 44 ഇഞ്ച് വിടുത്ത്. ഇതിൽ തന്നെ നമുക്ക് കോട്ടൺ സ്ലബിൽ വൈറ്റും അവൈലബിൾ ആണ്. അത് ഞാൻ എടുക്കാൻ മറന്നു, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയാവാം. എന്നിട്ട് ഇതിനിപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് പീസ് വെച്ചിട്ട് ഈ ഹക്കോബേനെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ടോപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആവാം. അപ്പോൾ അതിൽ ഫുൾ ഹക്കോബ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഫ്രണ്ട് പീസിന് ഈ ഹക്കോബ എടുക്കുക, ബാക്ക് പീസിന് ഇത് എടുക്കുക. സ്ലീവ് ഏതാണെന്നനുസരിച്ച് സ്ലീവിന് വേണ്ട മെറ്റീരിയൽ 1.5 meters എടുക്കുക, മറ്റേത് 1.25 എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ 2 meter ഒക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക.
ഇനി നമ്മുടെ ബുട്ട ജോർജറ്റിൽ ലാസ്റ്റ് ആൾ സുന്ദരി ഐസ് ബ്ലൂ കളർ ഇതാ. അപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് ബുട്ട ജോർജറ്റിൽ ഇത്. അപ്പോൾ പ്ലസ് ഇതിനെ ഇനിയിപ്പോൾ ഇവിടുത്തെ കാണിക്കണില്ല, നല്ല കെട്ടി നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കണ്ട് ദിവസം കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഗ്രൂപ്പിലാണെങ്കിൽ ഡയറക്റ്റ് ഫ്രം ഡീലേഴ്സിൻ്റെ അടുത്തുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതിൽ നിന്നുള്ള ഓർഡേഴ്സ് അതിലേക്കല്ല അയക്കേണ്ടത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നമ്പറിലേക്കാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻസ് കാര്യങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടാൻ ലേറ്റ് ആവുന്നതോ അങ്ങനെ നോർമലി ഒരു 5 days വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 1-2 പേർക്ക് നമ്മളൊരു പുതിയ കൊറിയർ വഴി വിട്ടതിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അതിന് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഇനി അത് വീണ്ടും നമ്മൾ നോർമൽ പോസ്റ്റൽ DTDC വഴി തന്നെ അയക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡിലേ വന്നാൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ. പക്ഷേ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ, തിങ്കൾ മുതൽ ശനി വരെ 10 AM to 5 PM. ആ സമയത്ത് ഇനി അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്തിടൂ. അപ്പോൾ നോക്കൂ കേട്ടോ. ഈ ഓർഡർ ചെയ്തെടുക്കുന്ന നമ്പർ, ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പറുകളിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല, അതിൽ നിങ്ങൾ ഓർഡേഴ്സ് മാത്രം പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് കരുതുക. അത് കാണിച്ചാൽ ഇവർക്ക് മെറ്റീരിയൽ കണ്ടുപിടിച്ചുണ്ടോ നോക്കിയിട്ട് എടുക്കാൻ എളുപ്പമുണ്ടാവും. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം